ഇന്ത്യൻ നാവികസേനയിലെ ഒരു സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ യശസ്വി സോളങ്കിയെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ AD ക്യാമ്പ് ആയി നിയമിച്ചു. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് ഒരു വനിതാ ഓഫീസറെ സായുധ സേനയുടെ അഥവാ സുപ്രീം കമാൻഡറുടെ ADC ആയി നിയമിക്കുന്നത് ഇത് ആദ്യമാണ്. പ്രസിഡന്റും സ്ഥാപനത്തിലെ വിവിധ വിഭാഗങ്ങളും തമ്മിലുള്ള ഏകോപനവും ആശയവിനിമയവും സുഗമമാക്കുക, ജീവനക്കാരുടെ സുഗമമായ ജോലിയും ഔദ്യോഗിക പ്രോട്ടോക്കോളും ഉറപ്പാക്കുക, ഇതാണ് ഒരു ADCയുടെ ഉത്തരവാദിത്തം. രാഷ്ട്രപതിക്കായി സാധാരണ 5 ADCമാരെയാണ് നിയമിക്കുക. 3 പേർ കരസേനയിൽ നിന്നും, ഒരാൾ വീതം നാവികസേനയിൽ നിന്നും, വ്യോമസേനയിൽ നിന്നും. കൂടാതെ ഈ ചുമതല വഹിക്കാൻ രാഷ്ട്രപതിക്ക് തന്നെ നേരിട്ട് സായുധ സേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാം. പേഴ്സണൽ സ്റ്റാഫ് ഓഫീസർമാരാണ് AD ക്യാമ്പ് എന്ന് അറിയപ്പെടുന്നത്. കരസേനാ കമാൻഡർമാർ, സർവീസ് മേധാവികൾ, ഗവർണർമാർ, ഇവരുടെ ADCമാർ ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക പദവികളിലേക്ക് അടുത്ത കാലത്തായി വനിതാ ഉദ്യോഗസ്ഥർ ധാരാളമായി കടന്നു വരുന്നുണ്ട്. ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും ഉയർന്ന ആചാരപരവും ഭരണപരവുമായ ഉത്തരവാദിത്തങ്ങളിൽ വനിതാ ഓഫീസർമാരോടുള്ള വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തെയും അംഗീകാരത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യൻ സേനയിലെ സ്ത്രീ സാന്നിധ്യം ഇത് ഏറ്റവും കൂടുതൽ ഭാരതം മനസ്സിലാക്കിയത് ഒരുപക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമായിരിക്കും. അതുപോലെ തന്നെ പല മേഖലകളിലും സ്ത്രീ ശാക്തീകരണം അതിന്റെ ശരിയായ അർത്ഥം കൈവരിച്ചതും മോദിയുടെ തീരുമാനങ്ങൾക്ക് പിന്നാലെയാണ്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നമ്മൾ അന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് കണ്ടപ്പോൾ സേനയിലെ സ്ത്രീകളെ കുറിച്ചോർത്ത് ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുകയായിരുന്നു. അതുപോലെ തന്നെ സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും അതിശയ്ക്കും ശേഷം ഡൽഹി ഭരിക്കുന്ന 4ാമത് വനിതയാണ് രേഖാ ഗുപ്ത. നാരീശക്തി വന്ദൻ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വെറുതെ പറയുന്ന ഒന്നല്ല. 5 മുഖ്യമന്ത്രിമാർ പാർലമെന്റിലും നിയമസഭകളിലും 3/1 സംവരണം യാഥാർത്ഥ്യമാക്കി. 10 വർഷം മുൻപ് തന്നെ പാർട്ടി പദവികളിൽ 3/1 സംവരണം ഉറപ്പാക്കി. കേരളത്തിൽ വനിതാ ജില്ലാ പ്രസിഡന്റുമാർ, 34 വനിതാ മണ്ഡലം പ്രസിഡന്റുമാർ, ഇങ്ങനെ BJP പല രീതിയിൽ പല അവസരങ്ങളിൽ വ്യത്യസ്തമായിട്ടുണ്ട്. സ്ത്രീയെ അടുക്കളപ്പുറത്ത് മാത്രം ഒതുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ സ്ത്രീ ശക്തിയെ അഴകാക്കിയ സർക്കാരാണ് BJP സർക്കാർ. BJPയുടെ 5ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത. തുടക്കം മുതൽ വനിതകൾക്ക് ജനാധിപത്യം എന്ന ശ്രീകോവിലിൽ ഇത്രമേത്ര പ്രാതിനിധ്യം നൽകിയ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരുമില്ല. നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ തന്നെ 6 വനിതാ ക്യാബിനറ്റ് മന്ത്രിമാർ ആ സർക്കാരിലുണ്ടായിരുന്നു. വിദേശകാര്യം എന്ന പ്രമുഖ വകുപ്പ് സുഷമ സ്വരാജ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്ത്രീ ഭരണാധികാരിക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് അവർ വിദേശ രാജ്യത്തുള്ള ഓരോ ഇന്ത്യക്കാരനും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു. ആ ഉറപ്പ് പിന്നീട് ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ഉരുക്കു കോട്ടയായി എന്നത് ചരിത്രമാണ്. രാജ്യത്തിന്റെ കാവലും പിന്നീട് സമ്പത്തും ഒരു സ്ത്രീക്ക് അഥവാ വളയിട്ട കൈകൾക്ക് നൽകിയ മോദി സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ആ ജൈത്രയാത്ര മോദി സർക്കാർ ഇപ്പോഴും തുടരുകയാണ്. എല്ലാ മേഖലകളിലും സ്ത്രീകളെ അവരെ ശാക്തീകരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് കൂടുതൽ കരുത്താക്കി മാറ്റുക എന്നുള്ള ആ ഒരു ജൈത്രയാത്ര. ഏകദേശം 12.4% വനിതാ പൈലറ്റുമാരുമായി ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. 2ാം സ്ഥാനത്ത് 9.9% അയർലൻഡാണ്. 9.8% സൗത്ത് ആഫ്രിക്ക 3ാമതാണ്. ഓസ്ട്രേലിയയും കാനഡയും ജർമ്മനിയും അമേരിക്കയും ഒക്കെ അതിനേക്കാൾ വളരെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളുടെ ആ ഒരു മനക്കരുത്തിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത്രമാത്രം ശക്തരാണ് നമ്മുടെ സ്ത്രീകൾ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീയെ പൂജിതയായി കണ്ട് ആരാധിച്ച സംസ്കാരമാണ് ഭാരതത്തിനുള്ളത്. പ്രകൃതിയെ അമ്മയായി കാണുകയും ഭൂമിയെ ഭൂമിദേവിയായി ആരാധിക്കുകയും വിദ്യാരംഭത്തിന് സരസ്വതി ദേവിയെ പൂജിക്കുകയും ശക്തിക്കും സഹനത്തിനും സ്ത്രീയുടെ പരിവേഷം നൽകുകയും ഒക്കെ ചെയ്യുന്ന സംസ്കാരം അത് ഭാരതത്തിന്റെ തനതായ സവിശേഷതയാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പ്രകാരം 2016 മുതൽ 2020 വരെ ഏകദേശം 28 ലക്ഷത്തോളം സ്ത്രീകൾക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകുകയും തൊഴിൽ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഭാരതത്തിന് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഇന്ന് വെറും ഒരു വാക്കല്ല. കഴിഞ്ഞ വർഷങ്ങളിലായി 16ലധികം വനിതാ പൈലറ്റുമാർ ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ വിമാനങ്ങൾ പറപ്പിക്കാൻ പരിശീലനം നേടി. വ്യോമസേനയുടെ MiG-21, സുഖോയ് 30, MiG-29 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല അത്യാധുനിക റാഫേൽ ജെറ്റുകളും പറപ്പിക്കാൻ വനിതകൾ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞു. ഇവരെ കരസേനയിൽ സ്ഥിരം കമ്മീഷൻഡ് ഓഫീസർമാരാക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ആദ്യ വനിതാ റാഫേൽ ജെറ്റ് പൈലറ്റ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശിവാംഗി സിംഗ് റിപ്പബ്ലിക് ദിന പരേഡിൽ വ്യോമസേന പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. ഇതേ തുടർന്ന് യുദ്ധക്കപ്പലുകൾ നിയന്ത്രിക്കാൻ വനിതകളെ പരിശീലിപ്പിക്കാൻ ഇന്ത്യൻ നേവി മുന്നോട്ട് ഇറങ്ങിയിരുന്നു. 2022 മുതൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും പെൺകുട്ടികൾക്ക് പ്രവേശനം നേടാം എന്ന സാഹചര്യം വന്നു. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തിൽ ഭാരതത്തിലെ പെൺകരുത്ത് ഒറ്റക്കെട്ടോടെ മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.